നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിൽ ഒരു സെറ്റിങ്സ് നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചാറ്റ് മെസ്സേജൊക്കെ ആർക്ക് വേണമെങ്കിലും ചോർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങളുടെ ഒരു സെറ്റിങ്സ് മാത്രം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വാട്സപ്പിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് എനേബിൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഏതെങ്കിലും സാഹചര്യത്തിൽ ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ പഴയ മെസ്സേജ് ഒരു വർഷം മുന്നെയോ ഒക്കെ ഉള്ള ആരുടെയെങ്കിലൊക്കെ ചാറ്റ് ചെയ്ത രഹസ്യ മെസ്സേജുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചോർന്നു പോവുകയും മറ്റാർക്ക് വേണമെങ്കിലും അത് വായിച്ചെടുക്കാനും അല്ലെങ്കിൽ തിരിച്ചെടുക്കാനൊക്കെ സാധിക്കും. അങ്ങനെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ പല ആളുകളും ഫാമിലി പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് പല ആളുകളും ആശങ്കപ്പെടുന്ന ഒന്നാണ് അവരുടെ വാട്സപ്പ് മറുപുറത്തിരിക്കുന്ന ആൾ, ഇപ്പോൾ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ ആ ഫോണെടുത്ത് അതിൻ്റെ ഡാറ്റകൾ പഴയത് ഒരു വർഷം മുന്നേ ഉള്ള ഡാറ്റകളൊക്കെ റിക്കവർ ചെയ്തെടുക്കാറുണ്ട്. ഇങ്ങനെ റിക്കവർ ചെയ്തെടുക്കുമ്പോൾ അവരറിയില്ല ഇത് റിക്കവർ ചെയ്തത്. പലപ്പോഴും അത് ബാക്കപ്പ് ചെയ്തെടുത്ത മെസ്സേജുകളായിരിക്കും. അപ്പോൾ ഈ മെസ്സേജ് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ അത് ലോക്ക് ചെയ്ത് വെക്കാനുള്ള സൗകര്യം നമ്മുടെ വാട്സപ്പിനകത്തുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് ചെയ്തു വെച്ചില്ലെങ്കിൽ നമ്മൾ നാണക്കേടിലാകും. അപ്പോൾ ആ സെറ്റിങ്സ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ചാറ്റ് ബാക്കപ്പ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം എൻഡ് ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. എൻഡ് ടു എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മെസ്സേജ് ഒരാൾക്ക് അയച്ചു കഴിഞ്ഞാൽ ആ അയച്ച ആളും അത് കിട്ടിയ ആളുമല്ലാതെ മൂന്നാമതൊരാൾക്ക് കാണാൻ സാധിക്കില്ലെന്നാണ് വാട്സപ്പിൻ്റെ പ്രൈവസി സിസ്റ്റമാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്നുള്ള ഈ ഒരു ഫീച്ചർ. ഇത് ബാക്കപ്പ് ചെയ്ത് നമ്മൾ ഒരു വർഷം മുന്നേ ഒക്കെ ഉള്ള വാട്സപ്പിലെ മെസ്സേജുകൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ആകുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു ഫാമിലി ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലമൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ ആരെങ്കിലും വാങ്ങിക്കൊണ്ടുപോയി അവർ നിങ്ങളുടെ ഫോണിലെ ഡാറ്റകളൊക്കെ പഴയത് ഒരു വർഷം മുന്നേ ഉള്ള ഡാറ്റകളൊക്കെ റിക്കവർ ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ഫോൺ വാങ്ങിക്കൊണ്ടുപോയി അവർ നിങ്ങളുടെ ഒരു വർഷം മുന്നേ ഉള്ള ചാറ്റുകളൊക്കെ തിരിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ ആരോടെങ്കിലും രഹസ്യമായിട്ട് ചാറ്റ് ചെയ്തൊക്കെ അവർക്ക് കിട്ടുകയും കാണുകയും ഫോട്ടോ വീഡിയോകളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുവാദം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലോക്ക് ചെയ്ത് വെക്കണം. അവർ നിങ്ങളുടെ ഫോൺ കൊണ്ടുപോയാലും അവർക്കത് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡോ അവർക്ക് കിട്ടിയാൽ മാത്രമേ അവർക്ക് ആ ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ പാസ്വേഡ് അവർക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് അവരോട് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ആ ഡാറ്റ തിരിച്ചെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ വാട്സപ്പ് എടുക്കുക, ഈ ഫീച്ചർ ഈ ഭാഗത്തേക്ക് വരിക. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് എൻഡ് ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ള ഭാഗത്ത് ഇത് ഓഫായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ യൂസ് പാസ്കി എന്ന ഓപ്ഷനും മോർ ഓപ്ഷനും കാണാൻ സാധിക്കും. ഇവിടെ താഴെ മോർ ഓപ്ഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണിക്കും 2 ഓപ്ഷൻ. ഒന്നാമത്തെ പാസ്വേഡ് എന്നും രണ്ടാമത്തെ 64 ഡിജിറ്റ് എൻക്രിപ്ഷൻ കീ എന്നുള്ളതുമാണ്. രണ്ടാമത്തെ വളരെ ടാസ്ക്കാണ്. കാരണം 64 ഡിജിറ്റ് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യണം. അങ്ങനെ വലിയൊരു പാസ്വേഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 64 അക്കങ്ങളുള്ളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മറന്നു പോകും. അപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മുകളിൽ കാണുന്ന പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, നമ്പറുകൾ വേണം. വേണമെങ്കിൽ നിങ്ങളുടെ പേരൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, നമ്പറുകൾ പുതിയ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അക്ഷരങ്ങൾ എന്തെങ്കിലും സിമ്പലുകൾ, ഇപ്പോൾ സ്റ്റാർ, ഹാഷ് പോലുള്ള സിമ്പലുകളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് അതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്ത പാസ്വേഡ് ഒന്നും കൂടി ടൈപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. വീണ്ടും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് കാണാൻ സാധിക്കും. നമ്മൾ പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഇത് എൻക്രിപ്റ്റ് ആക്കുന്നതിന് വേണ്ടി, ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് എനേബിൾ ആകുന്നത് കാണാൻ സാധിക്കും. ഇത് എനേബിൾ ആയി കഴിഞ്ഞാൽ ആ ഒരു ലോക്ക് പാസ്വേഡായിട്ട് മാറുകയും ചെയ്യും. പിന്നെ ബാക്കപ്പ് മെസ്സേജ് ഒരു തവണ നമ്മളൊന്ന് ബാക്കപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി ഇവിടെ മുകളിലായിട്ട് ചാറ്റ് ബാക്കപ്പ് എന്നൊരു പച്ച ബട്ടൺ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ചാറ്റ് മെസ്സേജുകളൊക്കെ ബാക്കപ്പ് ചെയ്യുക. ഇങ്ങനെ ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ അയച്ച മെസ്സേജുകളൊക്കെ ഇനി നിങ്ങളുടെ പാസ്വേഡ് കിട്ടിയാൽ മാത്രമേ അവർക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ ഡാറ്റകൾ സേവ് ആകുന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും റിക്കവർ ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ലോക്കായി അവർക്ക് കിട്ടുകയുമില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ പാസ്വേഡ് സെറ്റ് ചെയ്ത് വെക്കണം. ഇത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.